നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ആദ്യം ഇത് ഒന്നിച്ചു വെച്ചാണ് കാണുന്നത്. പരിചയപ്പെടുന്നത് ചോളയുടെ മാഗസിന്റെ ചീഫ് എഡിറ്ററായിട്ട് ഞാൻ അസോസിയേറ്റ് എഡിറ്ററായി 12 വർഷമാണ്. അപ്പം അതിനുശേഷം കേരളത്തില് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വന്ന 12 വർഷത്തിലുണ്ടായ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ വളർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാം അറിഞ്ഞ് കണ്ടും കേട്ട് അറിയാൻ സാധിക്കും. ഹോട്ടൽ ഇൻഡസ്ട്രി മാത്രമല്ല, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒത്തിരി വളർന്നു. കാരണം 12 വർഷം മുമ്പ് കുറച്ച് നേതാക്കന്മാരും കുറച്ച് ജില്ലാ തല പ്രവർത്തനം കൊണ്ട് നിന്നിരുന്ന ഒരു സംഘടന ഇന്ന് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും മുഴുവൻ യൂണിറ്റുകളിൽ വളരെ സജീവമായ പ്രവർത്തനം, ഒപ്പം തന്നെ ജില്ലാതല പ്രവർത്തനമൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. ഏതാണ്ട് 50,000-ലധികം അംഗങ്ങളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സംഘടന വളരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻഡസ്ട്രി വളരും. അപ്പോ ഹോട്ടൽ ഇൻഡസ്ട്രി വളരുന്നതുകൊണ്ടാണ് ഇത് രണ്ട് പരസ്പര പൂരകമാണ്. ഒന്ന്, അംഗങ്ങൾ വളരുമ്പോഴാണ് ഇൻഡസ്ട്രി വളരുന്നത്, ഇൻഡസ്ട്രി വളരുമ്പോൾ അംഗങ്ങൾക്ക് ഗുണകരമാണ്. അതുകൊണ്ടാണ് ഒത്തിരി വളർച്ച ഉണ്ടായത്. അങ്ങനെയാണ് നാട്ടിലും നാട്ടുകാർക്കും ദേശത്തിനും ഗുണമുണ്ടാകും. പിന്നെ മറ്റുള്ള ഒരു അസോസിയേഷനുമായതിന്റെ അല്ല ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതിന്റെ കാരണം മറ്റുള്ള മിക്കവാറും അസോസിയേഷൻ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ അംഗങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നേടിക്കൊടുക്കുക, അങ്ങനെ അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാമൂഹിക സംഘടനയായിട്ടാണ്. ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് പ്രളയം വന്ന സമയത്തൊക്കെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഘടന പെട്ടെന്ന് വളരുന്നത്. അതല്ലെങ്കിൽ അതങ്ങനെ വളർച്ച ഉണ്ടാവില്ല. ഒരു ജനകീയ സംഘടന എന്ന് പറയും. കൊറോണക്കാരും എക്കണോമിക് ഇൻഡസ്ട്രിയെ ബാധിച്ചു. കൊറോണ എല്ലാ ബിസിനസിനെയും ബാധിച്ച പോലെ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയെ ശരിക്കും ബാധിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു സാഹചര്യവും ഭക്ഷണം ശാലനം തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യവും, പ്രത്യേകിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കടകവുമായി ഉപയോഗിച്ച് തുണിക്കടകവുമായിട്ടല്ല, ഒരു 70-75% ആളുകൾ അന്നന്ന് ജോലിയെടുത്ത് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ ഒത്തിരി അത് തൊഴിലാളികൾക്കും അങ്ങനെയാണ്. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും തൊഴിലാളികളൊക്കെ സാധാരണക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാധനം. ഈ ഇൻഡസ്ട്രി അത് ശരിക്കും ബാധിച്ചോളുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് സമയത്ത് കേരളത്തില് ഏറ്റവും കൂടുതൽ ജനകീയ അടുക്കള തുറന്നിരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഹോട്ടൽ അസോസിയേഷൻ. കാരണം നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചുമ്മാ തിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ മറ്റുള്ള സംഘടനകളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ജനകീയ അടുക്കള തുറന്ന് ഒത്തിരിയേറെ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്കും മറ്റല്ലെങ്കിൽ അന്ന് ജോലിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക ചരിത്രവും സംഘടന. ഇൻഡസ്ട്രിക്കുണ്ടായ ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഉപജീവനത്തിനാണല്ലോ തടസ്സപ്പെടുന്നത്. ഒരു ഇൻഡസ്ട്രിയും പിന്നീട് അത് ഡെവലപ്പ് ചെയ്തു പോയി. പക്ഷെ ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായ ആ ഷോർട്ടേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആരും നീക്കിയിരിപ്പുള്ള പ്രസ്ഥാനങ്ങളല്ല കൂടുതൽ ആൾക്കാർ. അപ്പോ ആ ഗ്യാപ്പ് ഇൻഡസ്ട്രിയിൽ ഒത്തിരിയേറെ ആളുകളെ ഗുരുതരമായി ബാധിച്ചു. കേരളത്തിൽ അങ്ങോളം എനിക്ക് തോന്നുന്നു ഒരു 10-15,000-ഓളം സ്ഥാപനങ്ങൾ നിന്നും പിന്നീട് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാരമ്പര്യമുള്ള ഹോട്ടലുകളാണ് മിക്ക നിന്ന് പോയത്. അതെല്ലാം പിന്നീട് പല ഹോട്ടലുകളും ന്യൂ ജനറേഷൻ ഹോട്ടലുകളായിട്ട് രൂപാന്തരം പ്രാപിച്ചു വീണ്ടും വന്നിട്ടൊക്കെയുണ്ട്. തൊഴിലാളികളെയാണ് ഒത്തിരി സ്വാധീനിക്കുകയും ചെയ്തത്. പല തൊഴിലാളികളും ആ രംഗം തന്നെ മറ്റു പല മേഖലയിലും അതിന്നും തൊഴിലാളികളുടെ പ്രശ്നം മാറിയിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ ദാരിദ്ര്യം നേരിടുന്ന അല്ലെങ്കിൽ തൊഴിലാളി ദാരിദ്ര്യം നേരിടുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല. അതിന്റെ പ്രധാന കാരണം സ്വയം ഒരാൾക്ക് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഒന്ന് അവന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അവന്റെ ജീവിതത്തിലുണ്ട്. രണ്ടാമത്തത് അവന്റെ അഭിമാനം നേരിടുകയായിട്ടാണ്. പക്ഷെ ഇന്ന് ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് സപ്ലൈസ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ഒത്തിരി അവഗണന നേരിടുന്നത്. അപ്പൊ അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മറ്റുള്ള ബിസിനസ് പോലെയല്ല, നമ്മൾ റെഡി ടു ഈറ്റ് ആണ്, കൊടുക്കുന്നു കഴിക്കുന്നു കുറ്റം തന്നെ അറിയാം. അപ്പൊ അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഈ മേഖലയിലേക്ക് ചെറുപ്പക്കാർ വരാൻ ഒത്തിരിയേറെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്, കേരളത്തിന് പ്രത്യേകിച്ച്. പിന്നെ ഇപ്പൊ നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു പരിധിവരെ ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ്.
ഇൻഡസ്ട്രി മുന്നോട്ട് പോകും.